ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറേഞ്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഹൈറേഞ്ചിൻ്റെ കേസ് എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് ആൾക്കാരുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യമാണ്, കേസ് നീട്ടിവെക്കുമല്ലോ, നീട്ടിവെച്ച് കഴിഞ്ഞാൽ സമ്മർ വെക്കേഷൻ ആണല്ലോ വരുന്നത്, ഹൈക്കോടതിക്ക് സമ്മർ വെക്കേഷൻ ഉണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ എന്നായിരിക്കും ഇനി കേസ് എടുക്കാൻ സാധ്യത എന്നുള്ളത്. അപ്പോൾ കേരള ഹൈക്കോടതിയുടെ സമ്മർ വെക്കേഷൻ തുടങ്ങുന്നത് 15-ാം തീയതി മുതലാണ്. ഏപ്രിൽ 15-ാം തീയതി മുതലാണ് സമ്മർ വെക്കേഷൻ തുടങ്ങുന്നത്. എന്നാൽ ഏപ്രിൽ 13-ാം തീയതി സാറ്റർഡേയും 14-ാം തീയതി സൺഡേയുമാണ്. അതുപോലെ തന്നെ സമ്മർ വെക്കേഷൻ അവസാനിക്കുന്നത് മെയ് 17-ാം തീയതിയാണ്. 40 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന അവധിയാണ് ഹൈക്കോടതിക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ കൂടി പിന്നെ വരുന്നത് 18-ാം തീയതി സാറ്റർഡേയും 19-ാം തീയതി സൺഡേയുമാണ്. ഇനി ഇവരുടെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും കേസ് 2 ആഴ്ചത്തേക്ക് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കേസ് ഈ ഒരു സമ്മർ വെക്കേഷൻ കടന്നിട്ടുള്ള ഒരു തീയതിയിലേക്ക് നീട്ടിവെപ്പിക്കുക എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടിയായിരിക്കാം ഇവരുടെ വക്കീലുകൾ, ഇവരുടെ ലീഡർമാർ കരുക്കൾ നീക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് 2 മാസത്തെ കാലതാമസം, 2 മാസം ജനങ്ങളെ പറ്റിക്കാൻ ഇവർക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഇങ്ങനെ ഒരു നീട്ടിവെക്കൽ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ലഭിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി അടുത്ത പ്രാവശ്യം PP അല്ലെങ്കിൽ PP അല്ല, ഇവരുടെ വക്കീലിനെ നീട്ടിവെക്കാൻ പറയാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നാളെ മറ്റ് നാടകങ്ങളായിരിക്കാം ഹൈക്കോടതിയിൽ അരങ്ങേറാൻ പോകുന്നത്. എങ്ങനെയാണെങ്കിലും വെപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ മാത്രമായിരിക്കും നാളത്തെ കേസിനെ ഇവർ കാണുന്നത്. അല്ലാതെ വാദങ്ങളോ തീർപ്പ് കൽപ്പിക്കലോ നാളെ ഉണ്ടാവില്ല എന്ന് ഇവർക്ക് എല്ലാവർക്കും ഉറപ്പാണ്. അപ്പോൾ എന്തായാലും ഏത് രീതിയിലാണ് ഇവർ നീട്ടിവെക്കുന്നത് എന്ന് കാണാൻ വേണ്ടി നമുക്കും കാത്തിരിക്കാം. ബൈ.